കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് ട്രേഡിലെ സെമസ്റ്റർ 2 സെക്കൻഡ് മൊഡ്യൂളിലെ പ്രാക്ടീസ് വിത്ത് ഡാറ്റ ടൈപ്സ് വാരിയബിൾസ് ആൻഡ് കോൺസ്റ്റൻസ് ഇൻ VBA എന്ന എക്സസൈസിൻ്റെ ഡെമോൺസ്ട്രേഷനാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ടാസ്ക് 1, ക്രിയേറ്റ് ഇൻറ്റീജർ വാരിയബിൾസ് ആൻഡ് പെർഫോം അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, നെഗേഷൻ ആൻഡ് ഡിവിഷൻ ഓൺ വാരിയബിൾസ്. ഈ ടാസ്ക്കാണ് നമുക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് നോക്കാം. നമ്മുടെ ടാസ്കിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ക്രിയേറ്റ് ഇൻറ്റീജർ വാരിയബിൾസ് അല്ലേ? ഇൻറ്റീജർ വാരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്കറിയണം. ദെൻ പെർഫോം അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അതായത് ആ വാരിയബിൾസ് യൂസ് ചെയ്ത് നമുക്ക് അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ ചെയ്യാനും പറ്റണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് VBA കോഡ് എഴുതുന്നത്. ഫസ്റ്റ് ഒരു പ്രൊസീജിയറിനകത്താണ് നമ്മൾ VBA കോഡ് എഴുതുന്നത്. പ്രൊസീജിയർ ഡിഫൈൻ ചെയ്യണം. ഏത് കീവേഡാണ് പ്രൊസീജിയർ ഡിഫൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്? സബ് എന്ന കീവേഡാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ സബ്, ദെൻ പ്രൊസീജിയർ നെയിം, ടെസ്റ്റ് 1 എന്നുള്ള നെയിമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പ്രൊസീജിയറിൻ്റെ ഉള്ളിലെ കോഡ് എഴുതണം. ഫസ്റ്റ് ചെയ്യേണ്ടത് ക്രിയേറ്റ് ഇൻറ്റീജർ വാരിയബിൾസ്. 2 ഇൻറ്റീജർ വാരിയബിൾസ് നമുക്ക് ഡിക്ലെയർ ചെയ്യാം. ഏത് കീവേഡാണ് VBAയിലെ വാരിയബിൾസ് ഡിക്ലെയർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്? ഡിം കീവേഡാണ് അല്ലേ? ഡിം വാരിയബിൾസിൻ്റെ പേര് കൊടുക്കണം. X, Y ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന വാരിയബിൾസ്. അപ്പോൾ X, Y ആസ് ഇൻറ്റീജർ, അതായത് ആസ് കീവേഡ് കഴിഞ്ഞ് ഡാറ്റ ടൈപ്പാണ് യൂസ് ചെയ്യേണ്ടത്. നമ്മുടെ ഇവിടുത്തെ ഡാറ്റ ടൈപ്പ് ഇൻറ്റീജർ ആണ്. അപ്പോൾ 2 ഇൻറ്റീജർ വാരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാനുള്ള കോഡാണ് ഡിം X, Y ആസ് ഇൻറ്റീജർ. നമുക്ക് ഈ വാരിയബിൾസ് യൂസ് ചെയ്ത് അഡീഷനൊക്കെ ചെയ്യണമെങ്കിൽ ആദ്യം അതിൽ വാല്യൂ സ്റ്റോർ ചെയ്യണം അല്ലേ? ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് അസൈൻ ചെയ്യാം. X = 22 എക്സാമ്പിളായിട്ട് നമ്മൾ അതിൽ അസൈൻ ചെയ്തു. Y = 5 ഇതാണ് Yയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് അഡീഷനാണ് അല്ലേ? 2 വാരിയബിൾസിനെ ആഡ് ചെയ്യണം. ഏത് ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുക? X + Y പ്ലസ് ഓപ്പറേറ്റർ അല്ലേ? അപ്പോൾ X + Y കണ്ടുപിടിക്കണം. അതുപോലെ മൈനസ് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. X - Y ചെയ്യണം. X × Y ചെയ്യണം. X / Y ചെയ്യണം. നെഗേഷൻ ഓപ്പറേറ്റർ ഏതാണ്? മൈനസ് ആണ്. -X ചെയ്യണം. ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ള ഫങ്ഷൻസ്. അപ്പോൾ ഇത് ഓരോന്നും ഡിസ്പ്ലേ ചെയ്യണം അല്ലേ? ഡിസ്പ്ലേ ചെയ്യാൻ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് VBA പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്? debug.print സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം Xൻ്റെയും Yയുടെയും വാല്യൂസിനെ ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ debug.print വാല്യൂ ഓഫ് X &X അങ്ങനെ കൊടുക്കുമ്പോഴാണ് ആദ്യം Xൻ്റെ വാല്യൂ ഓഫ് X എന്ന ലേബൽ വരും. അതിൻ്റെ തൊട്ടടുത്ത് Xൻ്റെ വാല്യൂ വരും. അതുപോലെ നമുക്ക് Yനെയും ഡിസ്പ്ലേ ചെയ്യിക്കാം. ഇനി സമ്മാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ debug.print സം ഓഫ് X ആൻഡ് Y. ദെൻ X + Y നമുക്ക് കണ്ടുപിടിച്ചത് വേണം അവിടെ കൊടുക്കാൻ. അപ്പോൾ &X + Y. അതുപോലെ debug.print ഡിഫറൻസ് ഓഫ് X ആൻഡ് Y ഈസ് &. കണക്ട് ചെയ്യാനാണ് & യൂസ് ചെയ്യുന്നത് അല്ലേ? X - Y. അതുപോലെ നമുക്ക് പ്രോഡക്റ്റ് X × Yയും ഡിവിഷൻ X / Yയും നെഗേഷൻ -Xനെയും നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു സിമ്പിൾ പ്രോഗ്രാം 2 ഇൻറ്റീജർ വാരിയബിൾസ് ഡിക്ലെയർ ചെയ്യാനും നമുക്ക് ഈ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ തുടങ്ങിയ ഓപ്പറേഷൻസ് ചെയ്യാനും നമുക്ക് ഈ പ്രോഗ്രാം വഴി പറ്റും. ഓക്കെ, നമ്മൾ ഡെവലപ്പ് ചെയ്ത പ്രോഗ്രാം എങ്ങനെയാണ് VBA എക്സിക്യൂട്ട് ചെയ്യണമെന്ന് നോക്കാം അല്ലേ? അപ്പോൾ എങ്ങനെയാണ് വിഷ്വൽ ബേസിക് എഡിറ്റർ എക്സലിൽ നിന്ന് ഓപ്പൺ ചെയ്യുക? അതിന് 2 മെത്തേഡ് ഉണ്ട്. ഒന്നുകിൽ നമുക്ക് ഡെവലപ്പർ ടാബ് ക്ലിക്ക് ചെയ്യാം. ഡെവലപ്പർ ടാബിൽ വിഷ്വൽ ബേസിക് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ വിഷ്വൽ ബേസിക് എഡിറ്റർ ഓപ്പൺ ആയി വരും. അല്ലെങ്കിൽ കീബോർഡിൽ നിന്ന് ഷോർട്ട് കട്ട് കീ Alt F11 പ്രസ് ചെയ്യാം. അപ്പോൾ വിഷ്വൽ ബേസിക് എഡിറ്റർ ഓപ്പൺ ആയി. എവിടെയാണ് കോഡ് എഴുതേണ്ടത്? മൊഡ്യൂളിലാണ് കോഡ് എഴുതേണ്ടത്. മൊഡ്യൂൾ എങ്ങനെയാണ് എടുക്കുക? ഇൻസേർട്ട് മെനു എടുക്കുക. അതിൽ മൊഡ്യൂൾ ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊഡ്യൂൾ ക്രിയേറ്റ് ആയി. അത് പ്രൊജക്റ്റ് വിൻഡോയിൽ നോക്കിക്കഴിഞ്ഞാൽ മൊഡ്യൂൾ 1 എന്ന് കാണാം. അതിൻ്റെ കോഡ് വിൻഡോ ആണ് റൈറ്റ് സൈഡിലുള്ളത്. അതിൽ നമുക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്ത പ്രൊസീജിയർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം.
അത് കഴിഞ്ഞ് എവിടെയാണ് കോഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? ഇമ്മീഡിയറ്റ് വിൻഡോയിലാണ് കോഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ആ കോഡ് വിൻഡോയുടെ തൊട്ട് താഴെയാണ് ഇമ്മീഡിയറ്റ് വിൻഡോ. ഇമ്മീഡിയറ്റ് വിൻഡോയിൽ നമ്മുടെ പ്രൊസീജിയറിൻ്റെ പേര് ടെസ്റ്റ് 1 എന്നാണ് പ്രൊസീജിയറിൻ്റെ പേര്. അത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് എൻ്റർ കീ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇമ്മീഡിയറ്റ് വിൻഡോയിൽ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കാണാം. നമ്മുടെ പ്രോഗ്രാമിൽ debug.print എന്ന കമാൻഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ? ആ കമാൻഡ് യൂസ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് ഇമ്മീഡിയറ്റ് വിൻഡോയിലാണ്. ഇപ്പോൾ വാല്യൂ ഓഫ് എക്സ്, വാല്യൂ ഓഫ് വൈ, സമ്മ്, അങ്ങനെ നമ്മൾ കൊടുത്തിട്ടുള്ള ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യാൻ കൊടുത്തിട്ടുള്ള എല്ലാ ഔട്ട്പുട്ടും ഇമ്മീഡിയറ്റ് വിൻഡോയിൽ തന്നെ നമുക്ക് കിട്ടും. മനസ്സിലായല്ലോ എങ്ങനെയാണ് VBA ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യണമെന്നുള്ളത്? Task 2. Use and compare the nature of single and double data type variables. Calculate the circumference and area of a circle. ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സിംഗിൾ ആൻഡ് ഡബിൾ ഡാറ്റ ടൈപ്പ് വാരിയബിൾസ് യൂസ് ചെയ്യാനും അത് തമ്മിലുള്ള ഡിഫറൻസസ് മനസ്സിലാക്കാനും സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഒരു സർക്കിളിൻ്റെ ഏരിയയും സർക്കംഫറൻസും കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഡെവലപ്പ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുക? നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ, സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? ഒരു വൃത്തത്തിനെയാണ് ഒരു സർക്കിൾ എന്ന് പറയുന്നത്. സർക്കംഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുറ്റളവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ചുറ്റളവാണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ എന്ന് പറഞ്ഞാൽ വിസ്തീർണമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ സ്കൂളിൽ അതിൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. സർക്കംഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2πr എന്ന ഒരു ഫോർമുല യൂസ് ചെയ്തിട്ടാണ്. 2πr എന്ന് പറഞ്ഞാൽ r എന്ന് പറയുന്നത് എന്താണ്? ആ സർക്കിളിൻ്റെ റേഡിയസ്, അതായത് ആരം. ഇനി പൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്. 3.14 എന്ന വാല്യൂ ആണ് പൈക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. സർക്കിളിൻ്റെ ഏരിയ, അതായത് വിസ്തീർണം കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഏത് ഫോർമുല യൂസ് ചെയ്യുക? πr² അല്ലേ? ഇവിടെ നമ്മൾ r², റേഡിയസ് തന്നെ r കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുക? ഫസ്റ്റ് നമുക്ക് ഒരു പ്രൊസീജിയർ ഡിഫൈൻ ചെയ്യണം അല്ലേ? ഒരു പ്രൊസീജിയറിനകത്താണ് നമ്മൾ കോഡ് എഴുതാൻ പോകുന്നത്. ആ പ്രൊസീജിയറിലെ ഫസ്റ്റ് പാർട്ട് എന്തായിരിക്കും? വാരിയബിൾസ് ഡിക്ലറേഷൻ ആയിരിക്കും. നമ്മുടെ പ്രോഗ്രാമിൽ ആവശ്യമായിട്ടുള്ള വാരിയബിൾസ് നമുക്ക് ഡിക്ലെയർ ചെയ്യണം. ഈ പ്രോഗ്രാമിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 2πrഉം πr² ആണ് അല്ലേ? ഇതിൽ എന്തൊക്കെയാണ് വാല്യൂസ് ആയിട്ട് നമുക്ക് കൊടുക്കേണ്ടി വരുന്നത്? റേഡിയസ് r അല്ലേ? r എന്ന വാരിയബിൾ വേണം. അതിന് ഒരു വാല്യൂ ഉണ്ടായിരിക്കും. പൈ എന്ന് പറയുന്നത് 3.14 ആണ്. നമുക്കറിയാം അത് എപ്പോഴും ആ വാല്യൂ തന്നെയാണ്. നമുക്കതിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാം അല്ലേ? കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ വാല്യൂ ചേഞ്ച് ചെയ്യാത്ത ഒരു വാരിയബിളാണ് കോൺസ്റ്റൻ്റ്. അപ്പോൾ നമുക്കതിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ റേഡിയസ് വേണം, പൈ എന്ന കോൺസ്റ്റൻ്റ് വേണം. ഇനി ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സർക്കംഫറൻസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണം അല്ലേ? അതിനൊരു വാരിയബിൾ വേണം. അപ്പോൾ അതിനു വേണ്ടി c എന്ന വാരിയബിൾ നമുക്ക് യൂസ് ചെയ്യാം. ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. അതിനുവേണ്ടി a എന്നൊരു വാരിയബിളും നമുക്ക് ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് വേണ്ടത് സർക്കിളിൻ്റെ റേഡിയസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ r എന്ന വാരിയബിള്, സർക്കംഫറൻസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ c എന്ന വാരിയബിള്, ഏരിയ സ്റ്റോർ ചെയ്ത് വെക്കാൻ a എന്ന വാരിയബിൾ. ഇത് കൂടാതെ പൈ എന്നുള്ള ഒരു കോൺസ്റ്റൻറ്റും വേണം. വാരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു ടൈപ്പ് ഡിഫൈൻ ചെയ്യണം അല്ലേ? ഏത് ഡാറ്റ ടൈപ്പാണ് വേണ്ടത് എന്ന് തീരുമാനിക്കണം. നമുക്ക് ഈ ടാസ്കിൽ സിംഗിൾ ആൻഡ് ഡബിൾ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്താണ് സിംഗിൾ ഡാറ്റ ടൈപ്പും ഡബിൾ ഡാറ്റ ടൈപ്പും തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. സിംഗിൾ ഡാറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ 4 ബൈറ്റ്സ് ആണ് യൂസ് ചെയ്യുക. ഡബിൾ ഡാറ്റ ടൈപ്പ് 8 ബൈറ്റ്സ് യൂസ് ചെയ്യും. അതായത് സിംഗിൾ ഡാറ്റ ടൈപ്പിൻ്റെ ഡബിൾ, ഇരട്ടി പ്രിസിഷൻ, ആക്യുറസി ആണ് ഡബിൾ ഡാറ്റ ടൈപ്പിന് ഉള്ളത് അല്ലേ? അപ്പം നമുക്ക് റേഡിയസ് r എന്ന വാരിയബിൾ സിംഗിൾ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്ത് കൊടുക്കാം. സർക്കംഫറൻസ് കാൽക്കുലേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്ന c എന്ന വാരിയബിളും സിംഗിളായിട്ട് കൊടുക്കാം. ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്ന വാരിയബിൾ a നമുക്ക് ഡബിൾ ആയിട്ടും കൊടുക്കാം അല്ലേ?
അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് വാരിയബിൾസ് ഡിക്ലെയർ ചെയ്യുക. dim r, c ആസ് സിംഗിൾ 2 വാരിയബിൾസ് ഡിക്ലെയർ ചെയ്തു. dim a ആസ് ഡബിൾ, a എന്ന വാരിയബിൾ ഡബിൾ ആയിട്ടും ഡിക്ലെയർ ചെയ്തു. ഇനി നമുക്ക് ഒരെണ്ണം കൂടിയുണ്ട്, കോൺസ്റ്റൻറ്റ് അല്ലേ. കോൺസ്റ്റൻറ്റ് ഡിക്ലെയർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കീവേഡ് നമ്മൾ പഠിച്ചതാണ് കോൺസ്റ്റ് കീവേഡ്, CONST കോൺസ്റ്റ്. കോൺസ്റ്റ് ദെൻ പൈ, വാരിയബിളിൻ്റെ പേര് പൈ. ആസ് നമുക്ക് സിംഗിൾ ആയിട്ട് തന്നെ കൊടുക്കാം, ആസ് സിംഗിൾ. കോൺസ്റ്റൻറ്റ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഈക്വൽ ടു വാല്യൂ നിർബന്ധമാണ്. അപ്പോൾ ആസ് സിംഗിൾ ഈക്വൽ ടു 3.14. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഡിഫൈൻ ചെയ്യുന്ന ഡിക്ലെയർ ചെയ്യുന്ന സെക്ഷനിൽ ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആവശ്യമായ വാരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഇനി ആ വാരിയബിൾസിലേക്ക് വാല്യൂ അസൈൻ ചെയ്യണം, എന്നാലാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. റേഡിയസ് ആണ് നമുക്ക് അസൈൻ ചെയ്യാനുള്ളത്. r എന്ന വാരിയബിളിലേക്ക് എക്സാമ്പിളായിട്ട് 4 എന്നൊരു വാല്യൂ അസൈൻ ചെയ്യാം. ഇനി നമുക്ക് സർക്കംഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എഴുതണം അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതും അത്? c ഈക്വൽ ടു 2 ഇൻറ്റു പൈ എന്നുള്ള വാല്യൂ, പൈ എന്ന വാരിയബിളിലാണ് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. 3.14 എന്ന വാല്യൂ പൈ എന്ന വാരിയബിളിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 ഇൻറ്റു പൈ ഇൻറ്റു r അല്ലേ. അപ്പോൾ 2 ഇൻറ്റു പൈ ഇൻറ്റു r എന്ന് കൊടുത്തു കഴിയുമ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യും. സർക്കംഫറൻസ് കാൽക്കുലേറ്റ് ചെയ്ത് c എന്ന വാരിയബിളിൽ സ്റ്റോർ ചെയ്യും. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. a ഈക്വൽ ടു പൈ ഇൻറ്റു r സ്ക്വയർ. എങ്ങനെയാണ് r സ്ക്വയർ ചെയ്തോ? നമ്മൾ എക്സ്പോണൻഷിയേഷൻ ഓപ്പറേറ്റർ പഠിച്ചു അല്ലേ. അപ്പോൾ r എക്സ്പോണൻറ്റ് 2 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യും, എയിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ നമ്മുടെ കാൽക്കുലേഷനും കംപ്ലീറ്റ് ആയി. ഇനി ഈ വാരിയബിൾസിലുള്ള വാല്യൂസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. ഫസ്റ്റ് അപ്പോൾ നമുക്ക് എന്ത് ഡിസ്പ്ലേ ചെയ്യാം? റേഡിയസ് ഡിസ്പ്ലേ ചെയ്യാം. റേഡിയസ് ഡിസ്പ്ലേ ചെയ്യാൻ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് യൂസ് ചെയ്യുക? debug.print. അപ്പോൾ debug.print നമുക്ക് റേഡിയസ് എന്നുള്ള ലേബൽ വരണം, റേഡിയസ്. ദെൻ r എന്ന വാരിയബിളിലെ വാല്യൂ ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ആംപർസൻഡ് r. നെക്സ്റ്റ് എന്താ ഡിസ്പ്ലേ ചെയ്യേണ്ടത്? സർക്കംഫറൻസ്. അപ്പോൾ debug.print സർക്കംഫറൻസ്. ദെൻ ബ്രാക്കറ്റിൽ അതൊരു സിംഗിൾ പ്രിസിഷൻ ആണ്, അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് സിംഗിൾ പ്രിസിഷൻ എന്നുകൂടെ കൊടുക്കാം, ആംപർസൻഡ് c. ഇനി ഏരിയ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ debug.print ഏരിയ. ദെൻ ബ്രാക്കറ്റിൽ ഡബിൾ പ്രിസിഷൻ ആണ് അല്ലേ, ഡബിൾ ആണ്, അപ്പോൾ ഡബിൾ പ്രിസിഷൻ എന്ന് കൊടുക്കാം. ദെൻ ആംപർസൻഡ് a. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം കംപ്ലീറ്റ് ആയി. ആ പ്രോഗ്രാം അവസാനിപ്പിക്കാൻ എൻഡ് സബ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തു, പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ക്ലിയർ ആയല്ലോ എങ്ങനെയാണ് നമ്മളൊരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത്. ഈ ഡെവലപ്പ് ചെയ്ത പ്രോഗ്രാം എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യാമെന്ന് നോക്കാം. വിഷ്വൽ ബേസിക് എഡിറ്റർ ഓപ്പൺ ചെയ്യുക. ഡെവലപ്പർ ടാബിൽ വിഷ്വൽ ബേസിക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിഷ്വൽ ബേസിക് എഡിറ്റർ ഓപ്പൺ ആവും. വിഷ്വൽ ബേസിക് എഡിറ്ററിൽ നമുക്ക് മൊഡ്യൂളിലാണ് കോഡ് എഴുതേണ്ടത്. അപ്പോൾ ഇൻസേർട്ടിൽ മൊഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ മൊഡ്യൂൾ 1 ക്രിയേറ്റ് ആയി. മൊഡ്യൂൾ 1 നമുക്ക് നമ്മുടെ പ്രൊസീജിയർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടെസ്റ്റ് 2 എന്ന പ്രൊസീജിയറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പ്രൊസീജിയർ ഇനി എക്സിക്യൂട്ട് ചെയ്യണം. എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇമ്മീഡിയറ്റ് വിൻഡോയിൽ ഈ പ്രൊസീജിയറിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇമ്മീഡിയറ്റ് വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുക. പ്രൊസീജിയറിൻ്റെ പേര് ടെസ്റ്റ് 2 ടൈപ്പ് ചെയ്ത് കൊടുത്ത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്താ കിട്ടിയിരിക്കുന്നത്? റേഡിയസ് 4. ദെൻ സർക്കംഫറൻസ് ബ്രാക്കറ്റിൽ സിംഗിൾ പ്രിസിഷൻ എന്ന് ഡിസ്പ്ലേ ചെയ്യിച്ചിട്ടുണ്ട്. നമുക്ക് ഔട്ട്പുട്ട് 25.12. ദെൻ ഏരിയ ഡബിൾ പ്രിസിഷൻ 50 പോയിൻ്റ്. ദെൻ ഒരു ഫ്രാക്ഷണൽ നമ്പറാണ്. നമുക്കറിയാം എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് ഡബിൾ പ്രിസിഷൻ ആയപ്പോൾ ഏരിയയ്ക്ക് കിട്ടിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ക്ലിയർ ആയല്ലോ. സിംഗിൾ ഡാറ്റ ടൈപ്പിൽ ഡിഫൈൻ ചെയ്ത സർക്കംഫറൻസും ഡബിൾ ഡാറ്റ ടൈപ്പിൽ ഡിഫൈൻ ചെയ്ത ഏരിയയ്ക്കും കിട്ടിയിട്ടുള്ള വാല്യൂവിൽ വന്നിട്ടുള്ള ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 2 ടൈപ്പ് വാരിയബിൾസ് തമ്മിലുള്ള വ്യത്യാസവും ക്ലിയർ ആയിട്ടുണ്ടാവും.